الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين. നമ്മുടെ CM ഫാറൂഖ് സാർ മാഷാ അല്ലാഹ് ഇവിടുത്തെ ബിൽഡിങ്ങിന് വേണ്ടി 1 ലക്ഷം രൂപ തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ അല്ലാഹു വലിയ നിലക്കുള്ള ഉയർച്ചയും വളർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും ആദരവും ബഹുമാനങ്ങളും നിറഞ്ഞ ഈ വേദിയിൽ സന്നിഹിതരായ ഉസ്താദുമാരെ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ വലിയ നിലക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. മഹത്തായ ഈ വേദിയിൽ സംബന്ധിച്ച പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നെത്തിയ നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, മഹാനായ ജിഫിരി കോയാത്തങ്ങളവറുകൾ ഈ ഉദ്ഘാടനം, ഇവിടുത്തെ മഹത്തായ കെട്ടിട ഉദ്ഘാടനവും ഈ വേദിയുടെ ഉദ്ഘാടനവുമൊക്കെ ചെയ്ത് മഹാനവറുകൾ ഇവിടെ നിന്ന് വിരമിച്ചിരിക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹീതമായ, കാണുമ്പോൾ വളരെ മനസ്സഞ്ചിപ്പിക്കുന്ന, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു മജ്ലിസിലാണ് നമ്മളുള്ളത്. മഹത്തായ MJM റെസിഡൻസി, നമ്മുടെ മലാർകോടി ജുമുഅത്ത് പള്ളിയുടെ കീഴിലായി, ആ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി നാട്ടുകാരുടെ വലിയ നിലക്കുള്ള ശ്രമം അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിവിടെ സാധിപ്പിച്ചിരിക്കുന്നു. പലരുടെയും അധ്വാന ഫലമായി മാഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഈ വേദിയിൽ നിന്ന് ഈ ബിൽഡിങ്ങിന് വേണ്ടി സംഭാവന വാഗ്ദാനം ചെയ്തു. നമ്മുടെ ഇഫ്തിഖാർ 5 ലക്ഷം രൂപ ഇവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തിരക്കുള്ളത് കൊണ്ട് ഇവിടുന്ന് പോയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ എത്ര കടങ്ങളുണ്ടോ അതൊക്കെ ഈ മജ്ലിസ് കഴിയുമ്പോഴേക്ക് ഓരോരുത്തർ ഏറ്റെടുത്ത് അതൊക്കെ വിടാനുള്ള വഴി എളുപ്പമാകും എന്നുള്ളതിൽ തർക്കമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് നമ്മൾ ധാരാളം ചെലവഴിക്കണം. എപ്പോഴാണ് നമ്മുടെ മരണം വരിക എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പല നിലക്കുള്ള അപകടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പരിസരത്ത് പോലും നാട്ടക്കല്ലിൽ കൽക്കട്ട എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ കഴിഞ്ഞ 3 ദിവസം മുമ്പുണ്ടായ ആ ഗ്യാസ് സ്ഫോടനത്തിൽ ഒരുമ്മയും മക്കളും പരിക്കേൽക്കുകയും ആ ഉമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്തു. അല്ലാഹു ആ ഉമ്മയുടെ ബർസഖ് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കിടന്ന ആളുകളായിരുന്നു അവർ.
അങ്ങനെ ഒരു സ്ഫോടനമുണ്ടാകുമെന്നൊരിക്കലും അവർ വിചാരിച്ചതല്ലേ അല്ല. അതേപോലെ തന്നെ കേരളത്തിൽ ഒരു സ്ഥലത്ത് ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയിരുന്ന മക്കൾ, ആ 4 മക്കളുടെ മുകളിലേക്ക് ഒരു സിമന്റിന്റെ ലോറി വീണു. ആ 4 മക്കളും മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കൾ ഒരിക്കലും അവർ വിചാരിച്ചതല്ല ഈ യാത്രയിൽ ഞാൻ മരണപ്പെട്ടു പോകുമെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈനംദിനം നമുക്ക് ദർശിക്കാനും വായിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ, ഓ ഒരുമിച്ച് കൂടിയ സ്നേഹജനങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിൽ നിന്ന് വരുന്ന മുസീബത്ത് എന്തൊക്കെയാണോ അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ സമയത്ത് ദീർഘമായൊരു ആശംസ പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും കാസിമി ഉസ്താദിന്റെ സാരവത്തായ വഅലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. അല്ലാഹു തആല നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും സാദാതീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരീക്ഷണം എന്നും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലാ യസാലുൽ ബലാഹു ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി. മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിലുണ്ടാകും ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, സമ്പത്തിലുണ്ടാകും, അതുപോലെ തന്നെ മക്കളിലുണ്ടാകും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. ഏതുവരെ? അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് വരെ. അപ്പോൾ ഈ ദുനിയാവ് എന്നുള്ളത് എപ്പോഴും സന്തോഷം കിട്ടുന്നൊരു ലോകമല്ല, എപ്പോഴും ടെൻഷൻ മാത്രമുള്ളൊരു ലോകമല്ല, എപ്പോഴും സമൃദ്ധി അതേപോലെ തന്നെ ഐശ്വര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ സന്തോഷമുണ്ടാകും, ചിലപ്പോൾ ഐശ്വര്യമുണ്ടാകും, പിന്നെ ചിലപ്പോൾ ദുഃഖമുണ്ടാകും. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഒരു പരീക്ഷണത്തിന്റെ ലോകമായി കൊണ്ട് തന്നെ നമ്മൾ കാണണം. ഇതൊരു പരീക്ഷയുടെ ലോകം തന്നെയാണ്. ഈ പരീക്ഷയുടെ വിജയം നമുക്ക് അറിയാൻ പോകുന്നത് നാളെ ആഖിറത്തിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടെ, സൗഹാർദ്ദത്തോടു കൂടെ ആഖിറു സമാൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇനിയും ഇവിടെ ഭിന്നിക്കാനുള്ള ആളുകളല്ല, തമ്മിൽ തെറ്റിപ്പിരിയേണ്ടവരല്ല, പിണക്കങ്ങളുമായി മുന്നോട്ട് പോകേണ്ടവരല്ല. നമ്മൾ ഒന്നിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും നല്ല സൗഹാർദ്ദത്തോടെ, മുസ്ലിമീങ്ങൾ എന്നുള്ളത് പരസ്പരം സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ആളുകളാണ്. ഒരിക്കലും ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ ചീത്ത പറയാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല, അഭിമാനം പറച്ചു ചീന്താൻ പാടില്ല, രക്തം ചീന്താൻ പാടില്ല. രക്തത്തിന് വലിയ വിലയാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ഒരാളുടെ രക്തം നമ്മൾ ഒലിപ്പിച്ചാൽ, ആക്രമിച്ചിട്ട് ഒരാളുടെ രക്തം ഒഴുകിപ്പോയാൽ അതിനെക്കുറിച്ച് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഒരു അക്രമ സ്വഭാവം നമുക്കുണ്ടാവാനേ പാടില്ല. കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും മുമ്പിലുണ്ടാവണം. നാളെ നമ്മുടെ ഏട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമുക്ക് പരത്തപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ആ
ഏടിൽ ധാരാളം നന്മകൾ നമുക്ക് കാണാൻ കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമുക്ക് പുറപ്പെടുവിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടല്ലോ, ആ കിതാബുണ്ടല്ലോ, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു. അതാ നമ്മളവിടെ കണ്ടുമുട്ടുന്നൊരു കിതാബ്, അതാ അത് പരത്തപ്പെട്ട നിലയിൽ നമുക്കവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് ആ കിതാബ് നമ്മൾ വായിക്കേണ്ടതുണ്ട്, വിചാരണയ്ക്ക് വിധേയമാവേണ്ടതുണ്ട്, അതിൽ ധാരാളം നന്മകൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്യണം, എന്നാൽ ആകാശത്തിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബ് കാരുണ്യം ചെയ്യുന്നതാണ്. ആ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. ജനങ്ങളോട് കാരുണ്യം ചെയ്യാതെ ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ നന്മ ചെയ്യാമെന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിലും വേണ്ട. മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ നന്മകളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. ജീവിതകാലത്ത് കൊടുത്ത നന്മകൾ മാത്രമാണ് അവനിൽ ബാക്കി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഈ ബിൽഡിംഗ് ഇവിടെ നിലവിൽ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് എത്ര ആളുകളാണ് അതിനു വേണ്ടി സഹായം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ പള്ളിയുടെ പ്രസിഡന്റായ ആസിഫാക്കയുടെ നേതൃത്വത്തിലായി, വൈസ് പ്രസിഡന്റ് മുസ്തഫാക്കയുടെ നേതൃത്വത്തിലായി, മറ്റ് ഭാരവാഹികളുടെ വലിയ അധ്വാനമാണ്, നാട്ടുകാരുടെ അധ്വാനമാണ്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരായ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. കൊടുത്തത് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. നല്ല മരണം കിട്ടാൻ കാരണമാണ് സദഖ കൊടുക്കുക എന്നുള്ളത്. അസ്സദഖതു, അതാ സദഖ എന്നുള്ളത് മോശമായ മരണത്തെ തടയുമെന്നാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി, സാമ്പത്തികമായ പ്രശ്നം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ബിൽഡിംഗ് ഒക്കെ ആവശ്യമാണ്. അതിന് നമ്മൾ പലരെയും കാണേണ്ടി വരും, പലരെയും ക്ഷണിക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ് ഒരുപാട് നേതാക്കന്മാർ, ആരെയും ഇവിടെ പേരെടുത്ത് പറയാൻ ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല, പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ നല്ലവരായ മുതലാളിമാരുടെ സഹായങ്ങളാണ് ഈ മഹത്തായിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അതാ ഓരോരുത്തർ കൊടുക്കുകയും, അല്ലാത്ത ആളുകള്, ഇടത്തരം സാമ്പത്തികമുള്ളവര്, തീരെ സമ്പത്തില്ലാത്തവര്, ഇങ്ങനെയുള്ള ആളുകൾ വരെ ഈ ബിൽഡിങ്ങിന് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുമ്പോൾ മനസ്സിന് വല്ലാതെ സന്തോഷമുണ്ട്. നിങ്ങളൊന്നും ടെൻഷനാവേണ്ടതില്ല. നിങ്ങൾ എത്ര സദഖ കൊടുത്തിട്ടുണ്ടോ അതിന് ഇരട്ടി പ്രതിഫലം, അതിന് ഇരട്ടിയായിട്ടുള്ള സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് തരും എന്നുള്ളതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഴിയുന്ന നന്മകളൊക്കെ ചെയ്യണം. അത് നമ്മൾ വിജയികളാകാൻ വേണ്ടിയാണ്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. നമ്മളിവിടെ ഖൈർ ചെയ്യുന്നത് എന്തിനാണ്? അല്ലാഹു നമ്മോട് പഠിപ്പിച്ചത് നിങ്ങൾ നന്മ ചെയ്യണം, നന്മ പ്രവർത്തിക്കണം, നിങ്ങൾ വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ വിജയികളിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തന്ന സമ്പത്ത് അത് വലിയ അനുഗ്രഹമാണ്. മുതലാളിമാരായ ആളുകൾക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അത് ദീനിയായ വഴിയിൽ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ?
അള്ളാഹു നിങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യമാണത്. അതുകൊണ്ട് റബ്ബ് തന്ന സമ്പത്ത് അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അയ്യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം വരുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു തആല തന്നെ നമ്മോട് പറയുകയാണ്. എന്ന് മരണം അങ്ങ് വന്നു കഴിഞ്ഞാലോ, അസ്റായീൽ അങ്ങ് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വന്നാലോ, അതാ അവിടുന്ന് പറയുന്നു സുബ്ഹാനല്ലാഹ്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. കുറച്ച് സമയം അങ്ങ് ചോദിക്കുകയാണ്, ഒരൽപ്പ താമസം എനിക്ക് ചെയ്തു തരണം, ഒരൽപ്പം ആയുസ് എനിക്ക് തരണം. അല്ലാഹുവിനോട് അപേക്ഷയാണ്. എന്നിട്ട് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സദക്ക കൊടുത്തുകൊള്ളാം, സദക്ക ചെയ്യാം, വാക്കും മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഞാൻ ഉൾപ്പെടാനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ചോദ്യം അവിടെ അല്ലാഹുവിനോട് ചോദിച്ചത് കൊണ്ടോ നമുക്കൊരവസരം ലഭിക്കുന്നില്ല. അല്ലാഹു തന്ന ആയുസ്സിൽ, അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാവണം. രഹസ്യമായും പരസ്യമായും ചെലവഴിക്കണം. കുടുംബങ്ങൾക്ക് കൊടുക്കണം. പാവപ്പെട്ടവരുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. ചിലപ്പോൾ കുടുംബത്തിന് കൊടുക്കുമ്പോൾ അത് രഹസ്യമായി കൊടുക്കേണ്ടി വരും. അവർക്ക് പരസ്യമായി കൊടുക്കാൻ പാടില്ല. ചില പാവങ്ങൾക്കൊക്കെ നമ്മൾ നല്ല സംഖ്യ കൊടുക്കണം. അങ്ങനെ സദക്ക ചെയ്യുന്ന നല്ലവരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന ഇത്തരം പരിപാടികളിൽ സംബന്ധിക്കുകയും ഇങ്ങനെയുള്ള ബിൽഡിങ്ങിന് വേണ്ടി സംഭാവന ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. എല്ലാം നിരക്കും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഇനി യാ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ മരണ ആസന്ന സമയം ഞാനൊന്ന് നന്നാവാനെന്ന് അപേക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. وَأَخِرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا. അല്ലാഹുവിന്റെ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, ഓ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും അവിടെ പിന്തിക്കുകയില്ല. അപ്പോൾ ആ ഒരു ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. സഹായിക്കണം എന്നുള്ളൊരു നല്ലൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണം ഏത് നിലക്ക് വരുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ റബ്ബിന്റെ പരീക്ഷണം എങ്ങനെയും വരാമെന്ന ചിന്തയിലൂടെ എല്ലാവരും റബ്ബിന് തവക്കുൽ ചെയ്ത് ആ റബ്ബിന്റെ പേരിൽ എല്ലാം പരമേൽപ്പിച്ച് വലിയ നിലക്കുള്ള രക്ഷ ഞങ്ങൾക്ക് ലഭിക്കണം എന്ന ചിന്തയിൽ എല്ലാവരും നല്ല നിലയിൽ ജീവിക്കണമെന്ന് ഞാൻ എൻ്റെ നഫ്സിനോടും ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ ജനങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും നല്ല മനസ്സുള്ള ആളുകളായി മറ്റുള്ളവന്റെ ബുദ്ധിമുട്ട് തീർക്കു കൊടുക്കുന്നൊരു മനസ്സ് നമുക്കെപ്പോഴും ഉണ്ടാകണം. ഒരാളുടെ വിഷമത്തെ തീർത്തു കൊടുത്താൽ, ഒരു മുഅ്മിനിന്റെ വിഷമത്തെ തീർത്തു കൊടുത്താൽ അവന്റെ വിഷമത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദാ ഖിയാമത്ത് നാളിൽ തീർത്തു കൊടുക്കുമെന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആരാണോ പ്രയാസപ്പെടുന്ന ആളുകൾ അവനിക്ക് നമ്മൾ എളുപ്പം ചെയ്യുന്ന ആളാവണം. പ്രയാസം അനുഭവിക്കുന്നവനിക്ക് എളുപ്പം ചെയ്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഇങ്ങനെ ധാരാളം
ഹദീസുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആരാണോ അവനിക്ക് നമ്മൾ എളുപ്പം ചെയ്യുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനിക്ക് എളുപ്പം ചെയ്യുന്നതാണ്. നമുക്ക് അല്ലാഹു സമ്പത്ത് തന്നിട്ടില്ലെങ്കിലും അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, സംസാരിക്കാനുള്ള നല്ല ശക്തി തന്നിട്ടുണ്ട്, വാചാലതയുണ്ട്. അത് ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മുടെ നാട്ടിന്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. എല്ലാവരും ഐക്യത്തോടെ നാടുകളിൽ അതാ ചിഹ്ന ഭിന്നമില്ലാതെ, അതാ ചിത്രതയില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി സംഘടനാ വിഷയങ്ങളിൽ തർക്കങ്ങളില്ലാതെ എല്ലാവരും ഒരുമയോടെ നാട്ടിലുള്ള പരിപാടികളും പരിസരത്തിലുള്ള പരിപാടികളും സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ പ്രവർത്തനങ്ങളിലും കൈകോർക്കുകയും എല്ലാവരും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. യാതനകൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനുകൾ എല്ലാം അകറ്റി റാഹത്തും ബറക്കത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ്. നിന്റെ സ്വാലിഹീകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നല്ലത് ചെയ്യാനുള്ള മനസ്സ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഈ മജ്ലിസിന് വേണ്ടി അതാരൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടോ, അധ്വാനിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ചും ഈ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവർ ആരാണോ, സഹകരിച്ചവർ ആരാണോ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം അല്ലാഹ്. ഫ്രീ ആയിട്ട് ഇതിന് സ്ഥലം കൊടുത്ത ആള്, അയാള് മരിച്ചുപോയി. അയാളുടെ മകൻ ഉസ്താദ് അവറുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളെന്നോട് സംസാരിച്ചിരുന്നു. ഇതിന്റെ അടുത്ത് ചെറിയൊരു സ്ഥലം ബാക്കിയുണ്ട്. ബാപ്പയ്ക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു, ഒരു പള്ളി എടുക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതാ സ്ഥലത്ത് ഒരു ചെറിയ നിസ്കാര പള്ളി ഉണ്ടാക്കാനുള്ളൊരു സൂചന നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് ഇവിടെ വരുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ താമസിക്കുന്ന ആളുകളും ഇതിന്റെ പരിസരത്തിലുള്ള ആളുകളും അവർക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന നിലയിൽ ഒരു ചെറിയ ഒരു നിസ്കാര പള്ളി ഇൻഷാ അല്ലാഹ് അതിവിടെ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ അതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലക്കും മരിച്ചുപോയ ഈ സ്ഥലം കൊടുത്ത ആളുടെ ബർസഖ് നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനേ. ഇത് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.